ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അല്ലെങ്കിൽ ഗ്രഹണി രോഗം എന്ന അസുഖത്തെക്കുറിച്ചാണ്. അന്നനാളത്തിലെ ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അല്ലെങ്കിൽ ഗ്രഹണി രോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഒന്നുകിൽ വയറിളക്കി പോകും, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവും, വായുശല്യം ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, പിന്നെ വയറുപെരുക്കം ഉണ്ടാവും. ഇനി എന്തെല്ലാം ആഹാരങ്ങളാണ് ഈ കണ്ടീഷനെ കൂടുതൽ വഷളാക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ഡയറി പ്രോഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങൾ. രണ്ടാമത് ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരങ്ങൾ. അതിൽ പറയുന്നത് മിൽക്ക് ആൻഡ് നമുക്ക് ഗോതമ്പ്, മൈദ തുടങ്ങിയ ആഹാരങ്ങൾ. ചില വെജിറ്റബിൾസും ഈ അസുഖത്തെ കൂട്ടുന്നതാണ്. ബീൻസ്, ക്യാബേജ്, ക്യാരറ്റില്ല, കോളിഫ്ലവർ. പിന്നെ മദ്യപാനം, ചോക്ലേറ്റിന്റെ അമിതമായ ഉപയോഗം, കോഫി, ഇതെല്ലാം ഈ അസുഖത്തിന്റെ കണ്ടീഷൻ കൂട്ടിയിട്ട്. പിന്നെ നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ ഭോജനം സമയത്തിന് കഴിക്കാതിരിക്കാതെ, അജീർണ ഭോജനം, അതായത് നമുക്ക് വിശപ്പില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നു. പിന്നെ വിഷമാശനാഥ്, ഒരു ആഹാരം കഴിച്ച് അത് ദഹിക്കുന്നതിന് മുമ്പ് വീണ്ടും അതിൻ്റെ മീതെ കഴിക്കുന്നത്. പിന്നെ അസാത്മ്യത, അതായത് നമുക്ക് ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ അതായത് വിരുദ്ധാഹാരം എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ആഹാരങ്ങൾ ചേർത്ത് കഴിക്കുന്നത് കൊണ്ടും ഈ കണ്ടീഷൻ ഉണ്ടാവും. ഇനി നമുക്കിതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കണ്ടീഷനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. ഫസ്റ്റ് തന്നെ ആഹാരം നമ്മൾ മേൽ പറഞ്ഞ് കഴിച്ചുകൂടാത്ത ആഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കാം. രണ്ടാമത് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേക ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷമാശനം എന്ന് പറയുന്ന ആ കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കുക. ഒരു രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ ഒരു മീല് ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ആഹാരം കഴിക്കുക. നമ്മൾ ഈ ബേക്കറി, ജങ്ക് ഫുഡ്സ്, അലർജി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുക. പിന്നെ ചില ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക, അതായത് വാഴപ്പഴം, ക്യാരറ്റ്, ഗ്രേപ്സ്, ഇതെല്ലാം ഇതിനെ നമുക്ക് തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ധാരാളം നാരുകൾ അടങ്ങിയ ആഹാരം കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ കഞ്ഞി, പഞ്ചകോലം ചേർത്തുണ്ടാക്കിയ കഞ്ഞി, യവാഗു, തക്രാരിഷ്ടം തുടങ്ങിയ കൽപ്പനകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു മെഡിസിൻ അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നത് മോരെന്ന് പറയുമ്പോൾ തക്രം എന്ന് ആയുർവേദത്തിൽ പറയും. ഇതെന്ന് പറയുന്നത് നമ്മൾ വെണ്ണ മാറ്റിയതിന് ശേഷമുള്ള തൈരിനെയാണ് നമ്മൾ കൂടുതലായിട്ടും തക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തക്രം എന്ന് പറയുന്നത് വളരെ ലഘുവാണ്, അതിന് മധുരമാണ്, അമ്ലരസമുണ്ട്, കൂടാതെ അതൊരു കഷായരസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ശരീരത്തിലെ അസുഖം ഉണ്ടാക്കുന്ന ഈ ത്രിദോഷങ്ങളെ അത് കൺട്രോൾ ചെയ്യുകയും നമുക്ക് ഈ ഗ്രഹണി എന്ന് പറയുന്ന രോഗത്തെ ഒരു പരിധിവരെ തക്രം ശരിയായ അളവിൽ ദിവസവും കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.